ഇന്നേ ഞാനൊരു ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കിയതാണേ. ഇത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. ഇത് എങ്ങനെയെന്ന് വെച്ചാൽ മുഴുവൻ ഗോതമ്പ് നമ്മളെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് നല്ലവണ്ണം കഴുകി ഉണക്കിയെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ഒരു ഗ്ലാസ്, ഒരു സ്റ്റീൽ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് എടുത്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തു. അപ്പോൾ ഈ ഗോതമ്പെല്ലാം നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടി. പൊടിഞ്ഞല്ല, ഒന്ന് 3-4 ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. തീരെ പൊടിയായിട്ടല്ല, 1-2 പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്താൽ മതി. കഞ്ഞിക്ക് ആവശ്യത്തിന് ഉള്ള രീതിയിൽ തരുതരാന്നുള്ള പൊടി നമുക്ക് കിട്ടും. എന്നിട്ട് അത് കഞ്ഞിയാണ്, കഞ്ഞി വെച്ചതാണത്. കുക്കറിലിട്ടിട്ട് ഒരു 3-4 വിസിലൊക്കെ ഇട്ടു. അത് കഞ്ഞിയായി. അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി തേങ്ങ, ഒരു മുറി തേങ്ങ തിരുകി അതും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. നല്ല അടിപൊളി കഞ്ഞി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ രാത്രിയൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതിനെക്കാട്ടും എനിക്ക് തോന്നി ഇന്നൊരു ദിവസം കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ചു. ഇതാണ്ടോ, നല്ല കുറുകുറായിരിക്കും, നല്ല കൊഴുപ്പുള്ള കഞ്ഞി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സൂചി ഗോതമ്പ് വെളിയിൽ നിന്ന് വാങ്ങാനും കിട്ടും. അതിൽ നിന്നും ടേസ്റ്റ് മുഴുവൻ ഗോതമ്പ് വാങ്ങി ഇതുപോലെ ഇങ്ങനെ കഞ്ഞി നമ്മൾ ഗോതമ്പ് പൊടിച്ചുണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റ്. പിന്നെ ഇത് മുഴുവൻ ഗോതമ്പ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം കടകളിലൊക്കെ കിട്ടുന്നുണ്ട്. ഇതിന് പറ്റിയ കറി എന്തെന്ന് വെച്ചാൽ നാരങ്ങ, അതും ഞാൻ ഉണ്ടാക്കിയതാണ്. നാരങ്ങയും ഡേറ്റ്സും കൂടെ ഇട്ടുള്ള അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ പപ്പടവും നല്ലതാണ്. ചുട്ട പപ്പടമാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ എണ്ണയിൽ കാച്ചിയെടുത്തതും ഉണ്ടാക്കാം. അപ്പം നിങ്ങളെല്ലാവരും വല്ലപ്പോഴും ഒരിക്കൽ ഇങ്ങനൊരു കഞ്ഞിയും കൂടെ വച്ച് നിങ്ങൾ രാത്രി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ദഹനത്തിനുമൊക്കെ നല്ലതാണ് രാത്രി കഞ്ഞി കുടിച്ചിട്ട് കിടക്കുന്നത്. ഓക്കേ, ബായ്.